ചെമ്മണ്ണാർ ഗ്യാപ് റോഡിൽ പതിവാകുന്ന വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ജനകീയ സമിതി. ഡ്രൈവർമാർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നത്. പ്രതിഷേധങ്ങളുടെ ഭാഗമായി ബൈസൺവാലി ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി സാങ്കല്പിക ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു. ചെമ്മണ്ണാർ ഗ്യാപ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം 40-ൽ പരം ചെറുതും വലുതുമായ അപകടങ്ങളിൽ ഏകദേശം 14 പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടതിൽ ഏറെയും. ഗ്യാപ് റോഡിൽ നിന്നും ചങ്ങനാശ്ശേരിക്കട വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്താണ് പതിവായി അപകടങ്ങൾ നടക്കുന്നത്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്യാപ് റോഡ് സംരക്ഷണ സമിതിയും രൂപീകരിച്ച നാട്ടുകാർ വിവിധ തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇന്ന് സാങ്കല്പിക ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു. ജനകീയ സമിതിയും ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയും മർച്ചന്റ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം, തന്നേ തീരും. അതാണ് ആര് പറഞ്ഞാലും ഈ ഒരു മരണം ഇവിടെ നടക്കരുത്, അത് നമ്മൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി മുന്നിലുണ്ടായിരിക്കും. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് ടി എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജി അരുൺ സ്വാഗതം ആശംസിച്ചു. ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു ജിൻസ്, ലാലി ജോർജ്, മുൻ പഞ്ചായത്ത് അംഗം സന്തോഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു, വി കെ ബാബു, കെ എസ് അനീഷ്, അനു നാരായണൻ, പി ആർ സലി തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. ഗ്യാപ് റോഡിന്റെ അടിവശത്തായി പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ച ഡ്രൈവർമാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും കുത്തിറക്കവും കൊടിയ വളവുകളോടും കൂടിയ ചെമ്മണ്ണാർ ഗ്യാപ് റോഡിന്റെ അപകടാവസ്ഥയെക്കുറിച്ചുള്ള അവബോധം നൽകണമെന്നുമാണ് സംരക്ഷണ സമിതിയുടെ ആവശ്യം. കെ എം ഡിജിത്, ഇടുക്കി വിഷൻ, രാജകുമാരി.